താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. ലൈവിന് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അത് ഫേസ്ബുക്കിന്റെ ഒരു ഭീഷണി വന്നാണ്. സ്വർഗാദൂതർ കുടയവനെ എന്നതിന്റെ സാക്സഫോൺ വേർഷൻ പ്ലേ ചെയ്തപ്പോ സോണി മ്യൂസിക് പറഞ്ഞത് ഇപ്പൊ അവരുടേതാണ്. അപ്പൊ ഞാൻ പിന്നെ അതിന് ഡിസ്പ്യൂട്ട് കൊടുക്കുക. അതാ ടൈം എടുത്ത് ഡിസ്പ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സോണി മ്യൂസിക്കിന്റെ ആളുള്ളത് മാനുവലായിട്ട് പരിശോധിക്കണം. ഇപ്പൊ കമ്പ്യൂട്ടർ എന്തോ സാമ്യം തോന്നിയിട്ട് അവരുടെ മ്യൂസിക്കാന്ന് പറഞ്ഞിരിക്കുക. ഇനിയുള്ള കാലത്ത് പ്രാർത്ഥനയൊന്നും ചൊല്ലാൻ മേലാതെ വരും. കാരണം ഒരു റസൂൽ പൂക്കുട്ടി തൃശ്ശൂർ പൂരത്തിനിട്ട് പാര വെച്ച കഥ നിങ്ങൾക്കറിയോ? ഇദ്ദേഹം ഇങ്ങനെ ചുമ്മാ തൃശ്ശൂർ പൂരത്തിന്റെ അവിടെ ചെന്ന് കുറച്ച് ചെണ്ടമേളമൊക്കെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സോണി മ്യൂസിക് കൊണ്ട് അപ്ലോഡ് ചെയ്തു. പിന്നീട് തൃശ്ശൂർ പൂരംകാര് യൂട്യൂബില് തൃശ്ശൂർ പൂരം ഇട്ടപ്പം സോണി മ്യൂസിക്കാരുടെ വക ഇൻഡാസ് ആണ് ഭീഷണി. ഈ ഇൻഫ്രിഞ്ചസ് ആണ് കോപ്പിറൈറ്റ് ക്ലെയിം. അതായത് തൃശ്ശൂർ പൂരം ഇൻഫ്രിഞ്ചസ് ദ റൈറ്റ് ഓഫ് സോണി മ്യൂസിക്. അതാണ് റസൂൽ പൂക്കുട്ടിയെ കൊണ്ട് മലയാളിക്കുണ്ടായ ഗുണം. അപ്പൊ അത്തരത്തിൽ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും കോപ്പിറൈറ്റും ക്ലെയിമും എല്ലാം വരും. അപ്പൊ അതുകൊണ്ടാണ് തടസ്സം നേരിട്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദ് ഈസ എന്ന മതപ്രചാരകൻ, ഇസ്ലാം മത പ്രചാരകൻ എന്ന ഒരു സ്ഥാനം അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നില്ല. അദ്ദേഹം ക്രിസ്തീയ ഉപദേശങ്ങളുടെ വിമർശകനായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ വിയോജിപ്പുള്ളത് വിശുദ്ധ പൗലുസ്ലീഹയോടാണ്. അത് ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ പുതുതായിട്ടുണ്ടായ ഒരു വിയോജിപ്പല്ല, മറിച്ച് ഇസ്ലാമിക ആശയ അടിത്തറ നിലനിൽക്കണമെങ്കിൽ പൗലുസ്ലീഹായെ ബലി കഴിച്ചേ സാധിക്കൂ. അല്ലെങ്കിൽ ഇസ്ലാമിക ആശയ അടിത്തറയ്ക്ക് ഏറ്റവും വലിയ പ്രതിബന്ധം പരിശുദ്ധനായ പൗലുസ്ലീഹായും തൻ്റെ ലേഖനങ്ങളുമാണ്. എന്താണ് ഇസ്ലാമിക ആശയം? അതിന്റെ അടിത്തറ അത് പ്രമാണത്തിൽ അധിഷ്ഠിതമാണ്, നിയമത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ നിയമാധിഷ്ഠിതമായ, ന്യായപ്രമാണാധിഷ്ഠിതമായ ഇസ്ലാമിക മതം ന്യായപ്രമാണത്തിന്റെ പ്രയോജന ശൂന്യതയെ, ന്യായപ്രമാണം പാലിക്കുവാനുള്ള മനുഷ്യന്റെ അപര്യാപ്തതയെ വ്യക്തമാക്കുന്ന, മനുഷ്യന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയെ പ്രഘോഷിക്കുന്ന പൗലുസ്ലീഹായുടെ കരുത്തുറ്റ ലേഖനങ്ങളുടെ പാറക്കെട്ടിൽ ഈ മുഹമ്മദിന്റെ ചെറുവഞ്ചി തട്ടിത്തകർന്നു പോവുകയാണ്. ആശയപരമായിട്ട് നിലനിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദിമ നൂറ്റാണ്ട് മുതൽ പൗലുസ്ലീഹായുടെ ഒരു ശത്രുതയുണ്ട്. അപ്പൊ അത് പുതുതായിട്ട് മുഹമ്മദ് ഈസായ്ക്ക് ഉണ്ടായ ഒരു ശത്രുതയല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരെയാണ് താങ്കൾ പ്രബോധിപ്പിക്കുന്നത്? ലോകത്തിലെ ഒരു ക്രിസ്തീയ വിഭാഗങ്ങൾക്കും പൗലുസ്ലീഹായോട് വിരോധമില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണ്. അപ്പൊ കത്തോലിക്കർ മുതൽ ഏറ്റവും ഇങ്ങേയറ്റത്തെ പെന്തക്കോസ്ത് കൾട്ടിലെ ഏറ്റവും ചെറു ഗ്രൂപ്പ് വരെ, ക്രിസ്തീയ പരിസരങ്ങളിൽ ഉള്ള മുഴുവൻ ആളുകളും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൗലുസ്ലീഹ. ലണ്ടൻ നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തീഡ്രൽ സെന്റ് പോൾസ് കത്തീഡ്രലാണ്. അതുപോലെ ലോകമെമ്പാടും ആയിരക്കണക്കിന് കത്തീഡ്രലുകളും പള്ളികളും സ്മാരകങ്ങളും ഉയർത്തി ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിവിശേഷമാണ് പൗലുസ്ലീഹ. അപ്പൊ അദ്ദേഹത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുക, അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോവുക, ചില ശകലങ്ങൾ എടുത്ത് അതേ കോർത്തിണക്കി അദ്ദേഹത്തിന് ആധികാരികത ഇല്ലായിരുന്നെന്ന് നവസിദ്ധാന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഒരു ചരിത്രപരമായ വങ്കത്തരം ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അത്തരം പ്രവൃത്തിക്ക് എന്ത് സാധൂകരണമാണുള്ളത്? കാരണം 2000 വർഷമായി ക്രിസ്തീയ സഭ അംഗീകരിച്ചിരിക്കുന്ന പൗലുസ്ലീഹയാണ്.
ആ സ്ലീഹായ്ക്ക് ആധികാരികത ഇല്ല എന്ന് ആണോ വാദിക്കുന്നത്? ക്രിസ്ത്യാനികൾ എന്ത് വിശ്വസിക്കണം എന്നവരല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് മുഹമ്മദിന്റെ ആധികാരികത പരിശോധിച്ചാലോ? നിങ്ങൾക്ക് താല്പര്യമായിരിക്കുമോ? മുഹമ്മദിന് എന്താണ് ആധികാരികത? നമുക്ക് നിഷ്പക്ഷമായി പരിശോധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മുഹമ്മദ് എങ്ങനെയാണോ അങ്ങനെയാണ് ഞങ്ങൾക്ക് പൗലോസ് സ്ലീഹ. മുഹമ്മദ് ഈസ മനസ്സിലാക്കുക. മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് എങ്ങനെയാണോ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് പൗലോസ് സ്ലീഹ. മുസ്ലിങ്ങൾക്ക് അള്ളാഹു എങ്ങനെ നിൽക്കുന്നു അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തു. ആദ്യം വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് കാര്യകാരണങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ആരോഗ്യപരമല്ല. ഏതായാലും മുഹമ്മദ് ഈസ ഇത്ര ബുദ്ധിമുട്ടി ഒരു വീഡിയോ ഇറക്കിയ സ്ഥിതിക്ക് നമ്മൾ അദ്ദേഹം എന്താണ് പ്രചരിപ്പിക്കുന്നതെന്ന് കേൾക്കാൻ. കാരണം അദ്ദേഹം പൗലോസ് സ്ലീഹയെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ചില ആശയങ്ങൾ അദ്ദേഹത്തിന്റെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തുടർന്ന് മുൻപോട്ട് പോകാം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹം എന്തോ വലിയ ആശയം പറയുന്നു എന്ന വിധത്തിൽ മുസ്ലിം സാമാന്യ ജനമൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് ശ്രദ്ധിക്കുക. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരും ന്യായപ്രമാണം ഇല്ലാതെ ജീവിക്കുകയാണ്. ഏതുപോലെ? ഇന്നത്തെ ക്രൈസ്തവർ ജീവിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാരായിക്കോട്ടെ, വേറെ നാടുകളിൽ പ്രവർത്തിക്കുന്ന പൗലോസ് ആയിക്കോട്ടെ, രണ്ടുപേരും പഠിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെ, എന്നാൽ വ്യത്യസ്ത പ്രവർത്തന മേഖല എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ഒരു പുനർചിന്ത ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പൗലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു, അല്ലെങ്കിൽ തീക്ഷ്ണതയുള്ളവരാകുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പൗലോസിനോട് പറയുകയാണ്, ഇവിടെ യഹൂദന്മാരിൽപ്പെട്ട അനേക ആയിരങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിക്കാത്ത യഹൂദന്മാരെ കുറിച്ചിട്ടല്ല, യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരെ കുറിച്ചിട്ടല്ല. നേരെ മറിച്ച് യേശുവിന്റെയോ അപ്പോസ്തലന്മാരുടെയോ അവരുടെ അനുയായികളുടെയോ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മെശിഹായെ അംഗീകരിച്ച ആ യഹൂദന്മാരുണ്ടല്ലോ, അവർ യേശുവിന് ശേഷം 28 വർഷം അല്ലെങ്കിൽ 29 വർഷം കഴിയുമ്പോൾ അവർ ന്യായപ്രമാണത്തിൽ തൽപരരാണ്, അവർ തീക്ഷ്ണമായി അനുസരിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് പൗലോസിനെ കുറിച്ച് 3 കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാ? നമ്മുടെ മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും, നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും, നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? പൗലോസിനെ കുറിച്ച് 3 കാര്യത്തിലുള്ള വിയോജിപ്പ് അവർ പറയാണ്. ഒന്ന്, നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ അത് പൗലോസിന്റെ മേലൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങൾ അനുസരിക്കണ്ട എന്ന് പറയുന്നു. അതേപോലെ മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളവാൻ നീ പറയുന്നു. എവിടെ പറയുന്നു? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജെറുസലേമിലല്ല, യഹൂദന്മാരുടെ ശക്തി കേന്ദ്രത്തിലല്ല, അവര് ഒന്നിച്ചു പാർക്കുന്ന സ്ഥലങ്ങളിലോ അവരുടെ പവറുള്ള സ്ഥലത്തുമല്ല. നേരെ മറിച്ച് ഒറ്റപ്പെട്ട യഹൂദന്മാരെ താമസിക്കുന്ന പൗലോസ് പ്രവർത്തിക്കുന്ന ആ ഏഷ്യ മൈനറിലുണ്ടല്ലോ, അവിടൊക്കെ പോയിട്ട് അദ്ദേഹം യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ശപിക്കപ്പെട്ട് കിടന്ന ആളുകൾക്ക് യേശുവിന്റെ കുരിശുമരണത്തിലുള്ള രക്ഷ കിട്ടിയിരിക്കുന്നു, ഇനി ആരും ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന ഈ പൗലോസിന്റെ ആശയമുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് അവർ പറയാണ്, നീ ജാതികളുടെ ഇടയിൽ താമസിക്കുന്ന യഹൂദന്മാരോട് പറഞ്ഞതായി ഇവർ ധരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസിന്റെ ഈ പുതിയ നിയമ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ ജെറുസലേമിലുള്ള യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ അനുയായികൾ വളരെ ഗൗരവമുള്ള ഒരു കുറ്റമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അവർ ചോദിക്കുന്നത്, നമ്മുടെ മക്കളെ പരിച്ഛേദന ചെയ്യണ്ട എന്ന് നീ പറയുന്നു. എന്ന് വെച്ചാൽ ഈ തോറ അനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാരുടെ മക്കളെ ചേലാകർമ്മം ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യേണ്ടതില്ല എന്ന് നീ പറയുന്നു. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാലോ, അവരെല്ലാവരും തന്നെ അഗ്രചർമ്മികളാണ്. എന്ന് വെച്ചാൽ ലിംഗത്തിന്റെ അറ്റത്തെ ചർമ്മം അവർ കളയാത്തവരാണ്.
അവര് പരിച്ഛേദനെ പരിഹസിക്കുന്നവരാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ മോശമായ ഭാഷയിൽ മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടി അവർ പരിച്ഛേദന ഏറ്റതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ ഏറ്റവും ആദ്യ തലമുറയായിട്ടുള്ള യേശുവിന്റെ ശിഷ്യന്മാർ, അവർ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷവും 30 വർഷം കഴിഞ്ഞപ്പോഴും അവർ ന്യായപ്രമാണം അനുസരിക്കുകയും മക്കളെ പരിച്ഛേദന ചെയ്യുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ സുവിശേഷങ്ങളിൽ കാണുന്ന പോലെ യേശുക്രിസ്തുവിന്റെ പരിച്ഛേദന മാത്രമല്ല, യേശുവിന് ശേഷം 30 വർഷം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരും അവരുടെ മക്കളെ പരിച്ഛേദന ചെയ്തിരുന്നു. ആ സമൂഹം, ആയിരക്കണക്കിന് വരുന്ന ആ യഹൂദ സമൂഹം ഇതാണ് മുഹമ്മദ് ഈസായുടെ ഒരു ആരോപണത്തിന്റെ കുന്തമുന. പരിച്ഛേദനയാണ് വിഷയം. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇദ്ദേഹം പൗലൂസിനെ അപ്പടി നിരാകരിക്കുന്നത് കൊണ്ട് പൗലൂസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ ഇനി ഉദ്ധരിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് അത്ര ശരിയായ രീതിയല്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ മുഖവിലക്കെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പൗലൂസ് ശ്ലീഹായും ജെറുസലേം ക്രിസ്ത്യാനികളുമായി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉദ്ധരിക്കുന്നത് വിശുദ്ധ ബൈബിള് തന്നെയാണ്. തെളിവുകൾ അപ്പോസ്തല പ്രവർത്തനം 21 നിന്നൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. പൗലൂസ് ശ്ലീഹായും യെരുശലേം ക്രൈസ്തവരും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയത് വൈദ്യനായ ലൂക്കോസ്, അന്ത്യോക്യക്കാരനായിരുന്നു. അപ്പൊ അന്ത്യോക്യ സഭയിലെ അംഗമായിരുന്നു വിശുദ്ധ ലൂക്കോസ്. പൗലൂസിന്റെ സന്തത സഹചാരിയായിരുന്നു. പൗലൂസ് എവിടെ പോയാലും അവിടെ ലൂക്കോസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സന്തത സഹചാരിയായ ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലൂസിന്റെ ഒരു സഹചാരി ആയിരുന്നു. അങ്ങനെയുള്ള ലൂക്കോസ് സത്യസന്ധമായി രേഖപ്പെടുത്തിയ ചരിത്ര വിവരണമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. പൗലൂസ് ശ്ലീഹായെ സഭയുടെ ഡോക്ടറായി, സഭയുടെ ഔദ്യോഗിക ഉപദേഷ്ടാവായി, ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി സഭ കാണുകയാണ്. നൂറ്റാണ്ടുകൾ 4 കഴിഞ്ഞു. AD 367 AD 300, ഏകദേശം 3.5 നൂറ്റാണ്ട്. 3.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ബൈബിൾ ക്രോഡീകരിക്കുന്നത്. സുറിയാനി സഭ അതിന്റെ 5-ാം തുബ്ദനിൽ അനുസ്മരിക്കുന്ന അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് തിരുമേനിയാണ് ഈ ബൈബിളിൽ 27 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത്. അവിടെ പെന്തക്കോസുകാരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ 27 പുസ്തകങ്ങളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഈ മുഹമ്മദ് ഈസ ഉദ്ധരിക്കുന്ന പുസ്തകം കയറിക്കൂടി. എന്ന് പറഞ്ഞാൽ ഇതിനെ തമസ്കരിക്കുവാനോ അവഗണിക്കുവാനോ മറച്ചു വെക്കുവാനോ ഒക്കെ ക്രൈസ്തവർക്ക് ലഭിച്ചത് 367 വർഷമാണ്. ആ 367 വർഷം മറയ്ക്കണമെന്ന് തോന്നാത്ത ഒരു വാക്യമാണ്. അപ്പോഴേക്കും പൗലൂസ് ശ്ലീഹായെ പ്രാമാണിക അപ്പോസ്തലനായിട്ട് സഭ കരുതിയിരുന്നു. കാരണം നമുക്ക് ഐറേനിയസിന്റെ എഴുത്തുകളും അതുപോലെ മറ്റ് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളും എല്ലാം വായിക്കുമ്പോൾ പൗലൂസ് ശ്ലീഹായ്ക്ക് എത്ര പ്രാമുഖ്യമുണ്ടായിരുന്നു സഭയിലെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ സത്യസന്ധമായ ചരിത്ര വിവരണം ഒരു തരത്തിലും പൗലൂസ് ശ്ലീഹായുടെ ആധികാരികതയ്ക്ക് ഭംഗം വരുത്തുന്നില്ല. അത് ആദ്യം അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ ബൈബിളിനെ സമീപിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ കാണുന്ന ഒരു വലിയ കാര്യമാണ്. മുസ്ലിങ്ങളാണ് പ്രധാനമായിട്ടും അതിന്റെ പ്രചാരകർ. എന്താണ്? ലോത്തിന്റെ പെൺമക്കൾ ലോത്തിന് മദ്യം കൊടുത്തു, ലോത്തിൽ നിന്ന് ഗർഭം ധരിച്ചു. ഇതാണോ ബൈബിളിന്റെ പാരമ്പര്യം? ഇതാണോ? അത് ബൈബിളിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഓണസ്റ്റി ഓഫ് ബൈബിളാണ്. ബൈബിളിന്റെ സത്യസന്ധത പെയിൻഫുൾ ആണ്, ബട്ട് ഓണസ്റ്റ് ആണ്. അപ്പം ബൈബിള് ഒന്നും മറച്ചു വെക്കുന്നില്ല, ചുമ്മാ പോളിഷ് ചെയ്യുന്നൊന്നുമില്ല. സത്യസന്ധമായ ചരിത്രം. ബൈബിളിന്റെ മധുര ഗായകനായ ദാവീദ് ഒരു സ്ത്രീലമ്പടനായിരുന്നെന്നും അന്യപുരുഷന്റെ ഭാര്യയെ കാമിക്കുകയും പ്രാപിക്കുകയും പിന്നീട് ആ പുരുഷനെ ചതിവിൽ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നും ഒക്കെ
അങ്ങേറ്റം ബിറ്റർ ട്രൂത്ത്, കൈപ്പേറിയ സത്യങ്ങൾ ബൈബിളിലുണ്ട്. ബൈബിളിലെ പാട്രിയാർക്ക് അബ്രഹാം പിതാവ് ജീവഭയം കൊണ്ടും ധനസമ്പാദനാർത്ഥവും സ്വന്തം ഭാര്യയെ ഫറവോന് കാഴ്ചവെച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിള് ഒന്നും മറച്ചു വെക്കുന്നില്ല, അതിൽ ലജ്ജിക്കുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇവിടെ ഈ ബൈബിൾ പ്രഘോഷിക്കുന്ന, ഈ ബൈബിൾ അവതരിപ്പിച്ച ദൈവത്തെ പ്രഘോഷിക്കുന്ന, ആ ദൈവം അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, ആ പുത്രന്റെ ദിവ്യമായ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്ന എന്നെ അപകീർത്തിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്ന് ഒരു ദളിത് ഞരമ്പ് രോഗി ഫേസ്ബുക്കിൽ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അയാളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള അസഭ്യ വർഷം കൊണ്ടോ പുലഭ്യം കൊണ്ടോ ഒന്നും ഇത് നിൽക്കത്തില്ല. കാരണം ദൈക്ഷണിക സംവാദത്തിന് പ്രാപ്തിയില്ലാത്തത് കൊണ്ട് വെറുതെ ചീത്ത വിളിക്കുക, ജാതി പറയുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാനതിന് മറുപടി പറഞ്ഞ, വീണ്ടും ഇങ്ങനെ ഈ എന്തോ അതിന് നാടൻ ഭാഷ പറഞ്ഞ തീട്ടം വാരി എറിയുന്ന പരിപാടി ഈ അനിൽ തീട്ടം തുടരുന്നു. എന്നോട് പലരും പറഞ്ഞതുകൊണ്ട് ഞാനതിനെ അവഗണിച്ച് മുന്നോട്ട് പോവാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തെയാണ് പ്രഘോഷിക്കുന്നത്. അപ്പൊ സത്യസന്ധമായ ചരിത്രം ബൈബിൾ പറയുന്നു. അബ്രഹാം ആരായിരുന്നു എന്ന്. ഇസഹാക്ക് വീഴ്ച സംഭവിച്ചു, ഇസഹാക്ക് ഭാര്യ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞു, അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലോത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, ശലോമോന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. ശലോമോൻ പൂജാഗിരികളിൽ പോയി എന്നും വിഗ്രഹത്തെ വണങ്ങിയെന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സത്യസന്ധമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ യെരുശലേം ക്രിസ്ത്യാനികളുമായിട്ട് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. യെരുശലേം ക്രിസ്ത്യാനികളുമായിട്ട് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതുകൊണ്ട് പൗലോസ് ശ്ലീഹായ്ക്ക് ലഭിച്ച വെളിപ്പാടിനോ പൗലോസ് ശ്ലീഹ നൽകിയ ഉപദേശത്തിനോ യാതൊരു ആധികാരികത കുറവും ഇല്ല. മറിച്ച് ആ ഉപദേശങ്ങളുടെ ആധികാരികതയെ അരക്കിട്ടുറപ്പിക്കുകയാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ മുഹമ്മദ് ഈസ അടക്കമുള്ള മുസ്ലിങ്ങളുടെ ഇടർച്ചയുടെ കാരണം നമുക്ക് അന്വേഷിക്കാം. അവരെന്തുകൊണ്ടാണ് എന്താണ് അവരുടെ പ്രശ്നം? അപ്പൊ ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം, യെരുശലേമിലുള്ളവർ ന്യായപ്രമാണ തൽപരരായിരുന്നു. പൗലോസ് ശ്ലീഹ 3 കാര്യങ്ങളിൽ വീഴ്ച വരുത്തി. 1, പരിച്ഛേദനയ്ക്കെതിരായിട്ട് പ്രസംഗിച്ചു. 2, ന്യായപ്രമാണം അനുസരിക്കേണ്ട എന്ന് പ്രസംഗിച്ചു. അപ്പൊ ന്യായപ്രമാണം അനുസരിക്കുക, പരിച്ഛേദന നടത്തുക, ഇതൊക്കെ യെരുശലേമിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. അപ്പൊ അതാണ് നമ്മൾ അനുകരിക്കേണ്ട മാതൃക. ഇതാണ് മുഹമ്മദ് ഈസ ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ, അദ്ദേഹത്തിന്റെ ആശയത്തെ നമ്മൾ പറഞ്ഞില്ല എന്ന് പറയരുത്. അത് വീഡിയോ തന്നെ നമ്മൾ പ്ലേ ചെയ്തു. മുഹമ്മദ് ഈസ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അല്ല, ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തത് പോരാ എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇവിടെ നേരിട്ട് വന്ന് സംസാരിക്കാം, യാതൊരു തടസ്സവും. ഞാൻ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വേണ്ട, മതത്തിൽ നിർബന്ധമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. മതത്തിൽ നിർബന്ധമില്ലെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ്. മതത്തിൽ നിർബന്ധമില്ല, കഴുത്തറക്കൽ മാത്രമേ ഉള്ളൂ. ഇന്നും ഫ്രാൻസിൽ അറുത്തിട്ടുണ്ട്, നിർബന്ധമില്ല, കഴുത്തറുത്ത് കളയുന്നു. അപ്പം എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ കോട്ട് ചെയ്ത് ശരിയായില്ല, താങ്കളുടെ ആശയം ശരിയാവണ്ണം പ്രതിഫലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആശയങ്ങളുമായിട്ട് നേരിട്ട് വരാം. ഇവിടെ ഞാനിപ്പോഴും റെഡിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇദ്ദേഹം അവതരിപ്പിച്ച ഒരു കാര്യം, യെരുശലേമിലെ ക്രിസ്ത്യാനികൾ പൗലോസ് ശ്ലീഹായെ പോലെ അല്ലായിരുന്നു. യെരുശലേമിലെ ക്രിസ്ത്യാനികൾ പൗലോസ് ശ്ലീഹായെ പോലെ അല്ലായിരുന്നു. അതിന്റെ കാരണം വെച്ചാൽ അബ്രഹാമിന് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകുമ്പോൾ അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുകയാണ്. പുറത്തേക്ക് വിളിച്ചിട്ട് പറയണം, അബ്രഹാമേ, ഞാൻ ഈ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിനക്ക് സന്തതികളെ വർദ്ധിപ്പിച്ചു തരും. എന്നിട്ട് അബ്രഹാമിനോട് പറയാണ്, നീ ആകാശത്ത് നോക്കൂ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് സന്തതികളെ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ അബ്രഹാമിന്റെ സന്തതികൾ, ദി ചിൽഡ്രൻ ഓഫ് എബ്രഹാം, ദ പ്രോമിസ്
ഫ്രം യാഹ്വേ ഗോഡ്. എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും. ടു കൈൻഡ്സ് ആണ്, രണ്ട് ഇനത്തിൽപ്പെട്ട മക്കൾ. ഏതൊക്കെയാണത്? ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ മണൽത്തരികളും. അപ്പൊ ഈ ഭൂമിയിലെ മണൽത്തരികൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ഫിസിക്കൽ ഡിസെൻഡൻസ്. അബ്രഹാമിന്റെ ഫിസിക്കൽ ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മക്കളുടെ മക്കളായിട്ട് അബ്രഹാമിന്റെ ശാരീരിക പിന്തുടർച്ചയുള്ള വംശത്തിന്റെ വാഗ്ദത്തമാണ്. ആകാശത്തിലെ മണൽത്തരികൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ മണൽത്തരിയായിട്ട് ബന്ധമില്ല, രണ്ട് തരത്തിലാണ്. അപ്പോ ഈ ഭൂമിയിലെ മണൽത്തരികൾ പോലെയുള്ള അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനതയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉള്ള മക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിലേക്ക് വരുന്ന വിജാതീയരെയാണ് കാണിക്കുന്നത്, എന്ന് പറഞ്ഞാൽ നോൺ ജൂസ്. അപ്പൊ ജൂവിഷ് ക്രിസ്ത്യൻസും ഉണ്ട്, നോൺ ജൂവിഷ് ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പൊ ജൂവിഷ് ക്രിസ്ത്യൻസും നോൺ ജൂവിഷ് ക്രിസ്ത്യൻസും ഉണ്ട്. ജൂവിഷ് ക്രിസ്ത്യൻസിനെ വിളിക്കുവാൻ, അവരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുവാൻ യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ വിളിക്കുന്നത് ഭൂമിയിൽ വെച്ചാണ്. ഭൂമിയിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ വിളിച്ച് അവരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുവാൻ. അതുകൊണ്ട് കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ പോവുക, ജാതികളുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കരുത്. എന്താ കുഴപ്പം? ജാതികൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണ്? അല്ല, ജാതികൾക്ക് വേണ്ടി അധികം മികച്ചത് ഒന്നവൻ മുൻകരുതിയിരുന്നു. എബ്രായ ലേഖനമാണ് ഞാൻ പറയുന്നത്. അപ്പം ജാതികൾക്ക് അധികം മികച്ചത് ഒന്ന് മുൻകരുതിയിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ പട്ടണങ്ങളിൽ കടക്കരുത്, ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലൂടെ പൊക്കോളൂ, യഹൂദ പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുക, ഇസ്രായേൽ പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുക. ദാറ്റ് വാസ് ദെയർ മിഷൻ, ദാറ്റ് വാസ് ദെയർ മിനിസ്ട്രി. കാരണം അവർ മണൽത്തരികളെ തേടുന്ന അപ്പോസ്തലന്മാരായിരുന്നു. പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് പൗലോസ് ശ്ലീഹായെ വിളിക്കുകയാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് മത്തായിയെയും മീൻവള്ളത്തിൽ നിന്ന് പത്രോസിനെയും മരത്തിൽ നിന്ന് സക്കായിയെയും ഒക്കെ വിളിച്ചു നടന്ന കർത്താവ് പൗലോസ് ശ്ലീഹായെ വിളിക്കുന്നത് സ്വർഗത്തിൽ നിന്നാ. എന്തിനാണെന്നറിയാമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ അന്വേഷിക്കുന്ന അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനായി പൗലോസ് ശ്ലീഹായെ വിളിക്കുക. അപ്പൊ ഭൂമിയിൽ നിന്നുള്ള അപ്പോസ്തലന്മാർ, മണൽത്തരികളുടെ അപ്പോസ്തലന്മാർ, ഇസ്രായേൽ ഗോത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാർ, ആ 12 അപ്പോസ്തലന്മാർ, അവരുടെ തലവൻ പത്രോസ് ശ്ലീഹ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ തെരയുവാൻ ഒറ്റ അപ്പോസ്തലനെ വിളിച്ചിട്ടുള്ളൂ, അത് പൗലോസ് ശ്ലീഹ. അതുകൊണ്ടാണ് സുറിയാനി സഭ ഉന്നതപ്പെട്ട മാർ പത്രോസും മാർ പൗലൂസും എന്ന് പറയുന്നത്. ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും പൗലൂസിനെയും ഓർക്കുന്നു, ഇവരെ ഒരുമിച്ച് ഓർക്കുന്നു. പത്രോസ് പൗലൂസ് ശ്ലീഹന്മാരുടെ ഓർമ്മയും ഒരുമിച്ചാണ് സഭ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത്. കാരണം ഈ രണ്ടും കൂടെ വരുമ്പോൾ, പത്രോസും പൗലൂസും കൂടെ വരുമ്പോൾ നോക്കുക എത്ര വലിയൊരു ഇക്വിലിബ്രിയത്തിലാണ് അത് നിൽക്കുന്നത്, സഭ കാണുന്നത്. അപ്പൊ സഭ പൗലൂസ് പത്രോസ് ശ്ലീഹന്മാരെ ഒരുപോലെ കാണുക. അപ്പൊ ഇത് രണ്ടും അബ്രഹാമിന്റെ മക്കളാണ്. ഈ സ്ട്രീം ഈ മുഹമ്മദ് ഈസ പറയുന്ന പോലെ ആദിമ സഭയിലുണ്ടായിരുന്നു, രണ്ടായിട്ടായിരുന്നു. അത് മാറുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. ഇപ്പൊ അന്ത്യോക്യയിൽ AD 37 പത്രോസ് ശ്ലീഹ സഭ സ്ഥാപിച്ചു. AD 34 എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം AD 34 അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചത്. AD 30 യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്ന് 34 4 വർഷത്തിന് ശേഷം. AD 33 ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കണക്കിലാണ് പലരും AD 37 എന്ന് പറയും. ഏതായാലും AD 37 മുമ്പായിട്ട് അന്ത്യോക്യയിൽ സ്ഥാപിക്കപ്പെട്ട ആ സഭയിൽ ഈ വിഭജനം നിലനിന്നിരുന്നു. അതായത് യഹൂദ ക്രിസ്ത്യാനികളും ജാതീയ ക്രിസ്ത്യാനികളും എന്നുള്ള ഒരു, യഹൂദ ക്രിസ്ത്യാനികളും ജാതീയ ക്രിസ്ത്യാനികളും എന്നുള്ള ഒരു വ്യത്യാസം ആ സഭയിൽ
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അന്ത്യോക്യ സഭയില് 2 സ്ട്രീം ഉണ്ടായിരുന്നു. അതിൽ യഹൂദ ക്രിസ്ത്യാനികളുടെ പാത്രിയർക്കീസായിട്ട് അധ്യക്ഷനായിട്ട് യവോദിയോസിനെയും വിജാതീയ ക്രിസ്ത്യാനികളുടെ അധ്യക്ഷനായിട്ട് ഇഗ്നാത്തിയോസ് ന്യൂറോനെയും പത്രോസ് ലീഹ അഭിഷേകം ചെയ്തു. അങ്ങനെ 2 പിൻഗാമികൾ, അതായത് അന്ത്യോക്യൻ സഭ അപ്പോഴും 2 സ്ട്രീമിൽ നിൽക്കുകയാണ്, വിജാതീയ ക്രിസ്ത്യാനി. യവൂദിയോസ് കാലം ചെയ്തതിന് ശേഷം ഇഗ്നാത്തിയോസ് ന്യൂറോനോ അന്ത്യോക്യൻ സഭയുടെ യുണൈറ്റഡ് ചർച്ചിന്റെ പാത്രിയർക്കീസായി. എന്ന് പറഞ്ഞാൽ അവിടെ വിജാതീയ ക്രിസ്ത്യാനികളുടെ കുർബാന വേറെയും ജാതികളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ കുർബാന വേറെയുമായിട്ട് 2 കുർബാന നടക്കുകയായിരുന്നു. 2 അപ്പം വെച്ചാണ് കുർബാന. വിജാതിയുടെ കുർബാന അവിടെ നടക്കും, ഇഗ്നേഷ്യസ് ന്യൂറോനും ടീമുമാണ്. ഇപ്പുറത്ത് യവോദിയോസിന്റെ കുർബാന നടക്കുന്നു, കാരണം യഹൂദന്മാരും വിജാതീയരുമാണ്. അപ്പൊ ഇത് ഒരു വലിയ കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന പുളിപ്പുള്ള അപ്പം വെച്ചാണ് സുറിയാനി സഭ നടത്തുന്നത്. നമ്മൾ കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾ നോക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണ്, പത്തീറ ആണ് ഉപയോഗിക്കുന്നത്. പുളിപ്പുള്ള അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ പാരമ്പര്യമാണ്. കാരണം ക്രിസ്തു സംഭവങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നേരവകാശമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സിൽ ആ പുളിപ്പുള്ള അപ്പം വരുന്നത്. അതാണ് നമ്മൾ ആ പാരമ്പര്യം കാണുന്നത്. ഇസ്രായേലിന്റെ യാഗങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ യാഗങ്ങളിലും ഇസ്രായേലിന്റെ യാഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ യാഗങ്ങളിലും തന്നെ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. എന്നാൽ പെന്തക്കോസ്തി പെരുന്നാളിന് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. പെന്തക്കോസ്തി പെരുന്നാളിന് പുളിപ്പുള്ള അപ്പമാണ് 2 അപ്പമാണ് ഉപയോഗിക്കുന്നത്. പെന്തക്കോസ്തി പെരുന്നാളിന് പുളിപ്പുള്ള 2 അപ്പം. 1500 വർഷം ഇസ്രായേൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ഈ 2 അപ്പം കൊണ്ട് വെച്ചിട്ടാണ് പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതിൽ ഒരപ്പം ജാതികളെയും ഒരപ്പം യഹൂദന്മാരെയും കാണിക്കുന്നതാണ്. എന്നാൽ സാക്ഷാൽ പെന്തക്കോസ്തി പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നപ്പോ ഈ ജാതികൾക്ക് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിൽ പങ്കുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ് പരിശുദ്ധ റൂഹ കൊണ്ടുവരുന്നത്. പക്ഷെ അത് അപ്പോസ്തലന്മാർക്ക് അവരുടെ പാരമ്പര്യ മനസ്സിന് സ്വീകരിക്കുവാൻ കഴിവില്ല. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനിപ്പോൾ പറയുന്നത് പലതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, എന്നാൽ പരിശുദ്ധ റൂഹ വന്ന് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അവരുടെ വിസമ്മതിക്കുന്ന മനസ്സ്, അംഗീകരിക്കാൻ പ്രയാസമുള്ള മനസ്സ്, വൈമുഖ്യമുള്ള മനസ്സ്, അതിനത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ യെരുശലേം ദൈവാലയത്തോട് സ്റ്റിക്ക് ചെയ്ത് നിന്നു. ഈ മുഹമ്മദ് ഈസ പറയുന്ന ആ കാര്യം കറക്റ്റാണ്. അവർ ദൈവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ദൈവാലയത്തിലെ ആരാധനകൾക്ക് പോവുകയും പതിവ് പ്രാർത്ഥനകൾക്ക് പോവുകയും അങ്ങനെ അവർ നിന്നു. അപ്പോൾ വിജാതീയരുടെ സഭ പുറത്ത് രൂപപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ പൗലോസ് ലീഹായിക്ക് ഈ വെളിപ്പാട് ലഭിക്കുകയാണ്. പൗലോസ് ലീഹായിക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ച് പൗലോസ് ലീഹ എഫെസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താണ്? പൂർവകാലങ്ങളിൽ വെളിപ്പെടാതെ യുഗങ്ങളായിട്ട് മറഞ്ഞു കിടന്ന മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഡിസ്പെൻസേഷൻ. അപ്പൊ പൂർവകാലങ്ങളിൽ വെളിപ്പെടാതെ യുഗങ്ങളായിട്ട് മറഞ്ഞു കിടന്ന മർമ്മം ക്രിസ്തുവിൽ നാം ഉണ്ടായിരുന്നു, നിഷ്കളങ്കരായി വിശുദ്ധരായി ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് പിതാവ് പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള മർമ്മം. Even before the very foundations of the earth was laid, we were chosen. അപ്പൊ നമ്മൾ ചോസൻ ജനറേഷനാണ്. പത്രോസ് ലീഹായും അത് എഴുതുന്നുണ്ട്. ഈ വെളിപ്പാട് പൗലൂസ് ലീഹായ്ക്ക് കിട്ടിയപ്പോൾ, പൗലൂസ് ലീഹ എവിടെയുണ്ട്? അന്ത്യോക്യൻ സഭയിലാണ്. അപ്പൊ അന്ത്യോക്യയിൽ പൗലൂസിന്റെ ടീച്ചിങ്സ് ഉണ്ട്. അവിടെ തന്നെയാണ് പത്രോസ് ലീഹയും ഉള്ളത്. അവിടെ എന്തായി മാറുകയാണ്?
അവിടെ ഇഗ്നാത്യസ് ന്യൂറോനോ യോജിച്ച സഭയുടെ അധ്യക്ഷനാകുന്നതോടുകൂടി രണ്ടപ്പം അവിടെ പിന്നെ ഇല്ല. അവിടെ അപ്പം ഒന്നായി മാറുകയാണ്. ഇതാണ് പൗലോസിന് എഴുതിയത്. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ജാതികളും യഹൂദന്മാരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആ വലിയ മർമ്മമാണ് പൗലോസ് ശ്ലീഹായ്ക്ക് വെളിപ്പെട്ടത്. പൗലോസ് ശ്ലീഹായ്ക്ക് ലഭിച്ച ആ മർമ്മത്തിന്റെ പ്രദർശനമാണ് ഈ അപ്പം ഒന്നാകെ കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഫേസ്യ ലേഖനം വായിക്കുമ്പം അവിടെ വളരെ കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത് 3-ാമത്തെ അധ്യായം നോക്കുമ്പം 5-ാമത്തെ വാക്യത്തിൽ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. മനസ്സിലായോ? ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. അത് ഇസ്ലാം മതം പോലെയുള്ള ഇരുമ്പുലക്ക പിടിവാശിയുള്ള മതങ്ങൾക്ക് അത് മനസ്സിലാകില്ല. കാരണം അത് എപ്പോഴും സ്റ്റാറ്റിക് ആണ്. അതാണ് ഇവർ ഈ മുസ്ലിങ്ങൾ കടന്ന് കുഴയുന്നത്. കാരണം ഖുറാൻ ഇപ്പൊ അവർക്ക് തന്നെ ഒരു വിലങ്ങുതടി ആയിരിക്കും. ഖുറാൻ വിമർശനങ്ങൾ ഇപ്പൊ യുക്തിവാദികളുടെയും ശാസ്ത്രചിന്തകരുടെയും ഒക്കെ ഖുറാൻ വിമർശനങ്ങളുടെ ശരങ്ങളേറ്റ് ഇവർ പൊളയുകയാണ്. ഇവർക്ക് മറുപടിയില്ല. പ്രത്യേകിച്ച് ഇപ്പോ യൂട്യൂബില് ജബാർ മാഷ് നടത്തുന്ന വിമർശനങ്ങൾ, അതിന് ഒരു തരത്തിലും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഖുറാൻ ഉദ്ധരിച്ച് വളരെ കൃത്യമായി അതൊരു പ്രാകൃത ഗ്രന്ഥമാണെന്നും അത് മാനുഷികമാണെന്നും അദ്ദേഹം സമർത്ഥിക്കുമ്പോൾ മറുപടി ഇല്ലാതെ ഈ മുസ്ലിങ്ങൾ വലയുമ്പോൾ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പുറത്ത് കുതിര കയറാൻ വരികയാണ്. പക്ഷെ ക്രിസ്ത്യൻ ഡോഗ്മ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്ത്യൻ തിയോളജി, ക്രിസ്ത്യൻ വേൾഡ് വ്യൂ, ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബീറ്റബിൾ, അൺസ്റ്റോപ്പബിൾ. ക്രിസ്ത്യാനിറ്റി AD 3000-ലും ക്രിസ്ത്യാനിറ്റി നിലനിൽക്കും. കാരണം എന്താണ്? ക്രിസ്ത്യാനിറ്റിയുടെ ഇത് വിശ്വാസം, അത് ഇവോൾവ് ചെയ്യുന്ന വിശ്വാസമാണ്. ഞങ്ങളുടെ വിശ്വാസം സ്റ്റാറ്റിക് അല്ല. എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയം അത് മലിനമാകും. കെട്ടിക്കിടക്കുന്ന ജലാശയമല്ല, ഒഴുകുന്ന ഒരു അരുവിയായിട്ടാണ് ക്രിസ്ത്യാനിറ്റി ചരിത്രത്തോടൊപ്പം മനുഷ്യരാശിയോടൊപ്പം അഡ്വാൻസ് ചെയ്യുന്ന, പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ചിന്താധാരയാണ് ക്രിസ്തു യേശു ഞങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ടാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തോളം ഞങ്ങൾ അഡ്വാൻസ് ചെയ്ത് മനുഷ്യവർഗം പുരോഗമിക്കുന്ന അനുസരിച്ച് ചില സഭകൾക്ക് ആ ഒരു വേൾഡ് വ്യൂ, ആ ഒരു രീതിയിൽ മാറാൻ പറ്റുന്നില്ല. അത് കാരണം ഇസ്ലാമിന്റെ സ്വാധീനമാണ്. അപ്പൊ ഇസ്ലാമിന്റെ സ്വാധീനം ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാക്കിയ ദോഷങ്ങളെ കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ്. ഗ്ലോറിയസ് ഗോസ്പലിൽ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ സഭകൾ ഉണരണം. മറിച്ച് ക്രിസ്തു യേശു ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞങ്ങളുടെ കൂടെ ഇരുന്ന് നയിക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു ഇരുമ്പലക്കയിൽ കുടുങ്ങി കിടക്കുന്നല്ല. ഇപ്പൊ 6-ാം നൂറ്റാണ്ടിൽ ഒരാൾ പറഞ്ഞ കാര്യം തന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി, അതിൽ സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ തൂങ്ങിക്കിടക്കേണ്ട ആവശ്യം ക്രിസ്ത്യാനിറ്റിക്ക് വരുന്നില്ല. അതിനാണ് പരിശുദ്ധ റൂഹായെ നൽകിയിരിക്കുന്നത്. ലോകാവസാനത്തോളം എന്നുള്ള പ്രോമിസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പരിശുദ്ധാത്മാവ് സത്യത്തിലും ആത്മാവിലും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവ് രാജിവെച്ച് പോവുകയോ ലീവ് എടുത്ത് പോവുകയോ ഒളിച്ചോടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും ചർച്ച് കൗൺസിലിൽ നിക്കയായാലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ സുന്നഹദോസുകളെ പോലെ തന്നെ ഇന്നും ബിഷപ്പ് കൗൺസിലുകളിൽ ആ തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയ്ക്ക് സാധിക്കും എന്ന് മാത്രമല്ല, അതിനുള്ള അധികാരമുണ്ട് എന്ന് തന്നെയല്ല, ആ തീരുമാനങ്ങൾക്ക് സ്വർഗത്തിന്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു മതപ്രവാചകനോ മതസ്ഥാപകനോ പറഞ്ഞ ഇരുമ്പുലക്ക വചനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഗതികേട് ക്രിസ്ത്യാനിറ്റിക്കില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പൗലുസ്ലിഹയുടെ പറയാണ്, പൂർവ്വകാലങ്ങളിൽ അവർക്ക് അറിവായിട്ടിരുന്നില്ല. പക്ഷേ പൗലുസ്ലിഹയുടെ വെളിപ്പാട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ വെളിപ്പാടിലേക്ക് അപ്പോസ്തലന്മാരും സഭാ നേതൃത്വവും വന്നു. അവിടെ അപ്പം ഒന്നായി തീർന്നു. അവിടെയാണ് ഈ വെളിപ്പാടിന്റെ പ്രസക്തി. അപ്പൊ ആദ്യകാലങ്ങളിൽ അവർ എതിർത്തു എന്നുള്ളത് സത്യമാണ്. അതെപ്പോഴാണ്? യെരുശലേം ദൈവാലയം നിലനിൽക്കുകയാണ്. അവിടെ യെരുശലേം ദൈവാലയം നിലനിൽക്കുകയാണ്.
അതുകൊണ്ട് ക്രിസ്ത്യൻ തിയോളജി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് നടിക്കുന്നത് കൊണ്ട്, സാധുക്കളെ വലയിൽ വീഴിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ്? മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല. എബ്രായ ലേഖനമാണ്. അപ്പൊ എബ്രായ ലേഖനത്തിൽ പറയുന്നു, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല. അപ്പൊ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്ന എപ്പോഴാണ്? മുൻകൂടാരം അഴിഞ്ഞു വീഴുമ്പോഴാണ്. അപ്പൊ മുൻകൂടാരമായിട്ട് യെരുശലേം ദൈവാലയം നിലനിന്നത് കൊണ്ട് അവിടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വഴി വെളിപ്പെട്ടില്ല. അപ്പം വഴി വെളിപ്പെടാത്തപ്പോൾ എന്തുണ്ടാവും? ഭാഗികമായ അന്ധത ഉണ്ടാകും. ഭാഗികമായ അന്ധത ഉണ്ടാകും. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം. ആളുകൾ വാക്യം ചോദിക്കുന്നുണ്ടല്ലേ? എബ്രായ ലേഖനം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. അപ്പോ പിന്നെ മുഹമ്മദ് ഈസ അടുത്തായിട്ട് എടുക്കുന്നപ്പോ അദ്ദേഹം ഓർക്കും, അദ്ദേഹം പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ കവർ ചെയ്യുന്നില്ലെന്ന്. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന പോയിന്റ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്തിലേ ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ ഈ വചനങ്ങളോ കടന്നു പോവുകയില്ല. ഇതൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പ് ഈ ചെറുപ്പകാലം പെന്തക്കോസ്റ്റ് ചെലവഴിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ പെന്തക്കോസ്തും ഇസ്ലാം മതവും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരിക വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങിക്കിടക്കാണ് രണ്ടു കൂട്ടർ. ഇപ്പൊ ഖുറാനെ ലിറ്ററലി എടുത്ത് പിടിച്ച് അവരിങ്ങനെ ഈ കുഴയുകയാണ്. കാരണം ഈ കുരങ്ങ് വെള്ളക്കായ്ക്കകത്ത് കൈയിട്ട പോലെയാണ്. കുരങ്ങ് വെള്ളക്കായ്ക്കകത്ത് കൈയിടും. എന്താണ്? ഈ തമിഴ്നാട്ടിൽ തമിഴന്മാര് ഈ തേങ്ങയുടെ വെള്ളക്കായില്ലേ, വെള്ളക്കായ്ക്കകത്ത് നിലക്കടല ഇട്ട് വെക്കും. അപ്പൊ ചെറിയ ഈ ദ്വാരം ഉണ്ടാക്കും മുകളിൽ. എന്നിട്ട് പണ്ട് ഞങ്ങളൊക്കെ വെള്ളക്ക വെച്ച് വണ്ടി ഉരുട്ടി കളിക്കുമായിരുന്നു. അപ്പൊ അതുപോലെ വെള്ളക്കകത്ത് ഈ നിലക്കടല ഇട്ട് അവിടെ കൊണ്ടുവെക്കും. ഈ കുരങ്ങ് വന്നിട്ട് ഈ വെള്ളക്കകത്ത് കൈയിട്ട് നിലക്കടല എടുക്കും. 2 നിലക്കടല പിടിച്ച്. അപ്പൊ ഈ കുരങ്ങിന്റെ മുഷ്ടി ഇങ്ങനെ ചുരുണ്ടു. പിന്നെ ഈ വെള്ളക്കായ്ക്കകത്ത് ഇത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. വെള്ളക്കായ്ക്ക് നല്ല വെയിറ്റാ. കുരങ്ങ് വെള്ളക്കായും പൊക്കിക്കൊണ്ട് പോകാൻ നോക്കും. എന്നാൽ ഈ മണ്ടച്ചാർക്ക് നിലക്കടലയിൽ നിന്ന് കൈവിട്ടാൽ ജീവൻ രക്ഷിക്കാം. അപ്പൊ കുരങ്ങിനെ പിടിക്കുന്നവരെന്ത് ചെയ്യും? വന്ന് കുരങ്ങിനെ പിടിക്കും. അപ്പൊ ഇത് പറഞ്ഞ കുരങ്ങുപിടുത്തക്കാരുണ്ട്, കരിങ്കുരങ്ങ് പിടിക്കുന്നവർ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കുരങ്ങിങ്ങനെ ഈ വെള്ളക്കകത്ത് നിന്ന് ഇങ്ങനെ കൈ ഊരിയെടുക്കാൻ പറ്റാവുന്നപ്പം മുഷ്ടി, ഈ മർക്കടന്റെ മുഷ്ടി വെള്ളക്കായ്ക്കകത്ത് കുരുങ്ങി നിൽക്കും. അതിനെയാണ് മർക്കട മുഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ മർക്കട മുഷ്ടിക്കാരാണ് ആരാണ്? ഈ പെന്തക്കോസ്തുകാര്. അപ്പൊ അവരിങ്ങനെ വാക്യം വായിക്കും. കാരണം ആഖ്യായില്ല, പശ്ചാത്തലമില്ല, പാരമ്പര്യമില്ല, ഇതൊന്നുമില്ല, ചുമ്മാ വായിക്കുകയാണ്. അപ്പൊ ബൈബിളിൽ നിന്ന് വാക്കൂ. ബൈബിളിലുണ്ട്. എന്താണ്? നക്ഷത്രങ്ങൾ അത്തിമരം കുലുക്കുമ്പോൾ അത്തിക്കായ്കൾ പൊഴിയുന്നത് പോലെ നക്ഷത്രങ്ങൾ പൊഴിയും. എന്നിട്ട് രാത്രി ഇവർ പ്രസംഗിക്കാം, പെന്തക്കോസ്തുകാരെ, ഈ പെട്രോമാക്സ് ഒക്കെ കത്തിച്ച് വെച്ച്. ബൈബിളിലുള്ള ഇതെല്ലാം നേരാ. ഇതെന്താണ് ഈ പറയുന്നത്? ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അപ്പൊ ഈ ആലങ്കാരിക പ്രയോഗങ്ങളെ പറ്റി ഒന്നും ഇവർക്ക് വലിയ കാര്യമില്ല. കാരണം ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞു സാധനമാണെന്നും. അപ്പൊ ഏറ്റവും ചെറിയ നക്ഷത്രം വരെ ഭൂമിയുടെ 10 ലക്ഷം മടങ്ങൊക്കെ വലിപ്പമുണ്ട്. നമ്മൾ ഈ കാണുന്ന സൂര്യന് ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട്. എന്ന് പറഞ്ഞാൽ സൂര്യനെ കാലിയാക്കിയിട്ട് ഭൂമിയെ പെറുക്കിയിട്ടാൽ 13 ലക്ഷം ഭൂമി പെറുക്കിയിട്ടാലേ സൂര്യൻ നിറയത്തുള്ളൂ. അപ്പൊ ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള സാധനമാണ് മുകളിൽ കത്തി പന്തമായിട്ട് നിൽക്കുന്നത്. ആ സൂര്യന്റെ 50,000 മടങ്ങ് ഒക്കെ വലിപ്പമുള്ള നക്ഷത്രമാണ് മജോറിസും ഒക്കെ. അപ്പൊ സൂര്യനേക്കാൾ ഭീമാകാരമായ നക്ഷത്രങ്ങളാണ് നമ്മൾ ഈ പൊട്ടുപോലെ കാണുന്ന നക്ഷത്രങ്ങളിൽ പലതും. അതൊക്കെ അത്തിക്കാ പൊഴിയുന്നാൽ ഈ ഭൂമിയിലോട്ട് പൊഴിയുമെന്ന് ഇവർ വിശ്വസിക്കാതെ ആലങ്കാരിക പ്രയോഗമാണ്. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവർണ്ണമാവും. ഇവര് ഈ സൂര്യൻ അങ്ങ് ഇരുണ്ടു പോകും. പിന്നെ അവർ ചിന്തിക്കുന്നത് ഈ ചന്ദ്രന്റെ ചുവന്ന നിറത്തിൽ ചന്ദ്രൻ വരും. ഇതൊക്കെയാണ്. അപ്പൊ അതെല്ലാം ആലങ്കാരിക പ്രയോഗങ്ങളാണ്. നമ്മള് മോഹൻലാലിന്റെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ടല്ലോ, ദേവാസുരം. ദേവാസുരം സിനിമയ്ക്കകത്ത് IV ശശിയൊക്കെ സംവിധാനം ചെയ്തത് അല്ലേ? IV ശശി അല്ലേ? പ്രിയദർശനോ? ഓക്കെ, ആരെങ്കിലും ആണ്. അപ്പം ഈ ദേവാസുരം സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്, സൂര്യകിരീടം വീണുടഞ്ഞു. പെന്തക്കോസ്തുകാർ കേട്ടാ എന്തായിരിക്കും മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടി ഞാൻ സിനിമാ പാട്ടിന്റെ കാര്യം പറയും. അപ്പൊ സൂര്യകിരീടം വീണുടഞ്ഞു
എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യകിരീടം വീണുടഞ്ഞു. ഒരു മരണത്തെ സൂചിപ്പിക്കുന്നതാണ്, ഒരു വ്യക്തി മരിച്ചതിനെ സൂചിപ്പിക്കുന്നതാണ്. എനിക്കറിയത്തില്ല അതിന്റെ ആരാണ്, മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ അമ്മയോ അപ്പനോ ആരോ മരിച്ചപ്പോൾ ഉള്ളൊരു പാട്ടാണ്, ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഈ പ്രയോഗമാണ്, ഇത് കവിഭാവനയാണ്. അപ്പൊ എന്താണത്? ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ, ഒഴിഞ്ഞു പോകുന്നത് വരെ എൻ്റെ ഈ വചനങ്ങൾ ഒഴിഞ്ഞു, ഈ വചനങ്ങൾ ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ എന്താണ് ആകാശവും ഭൂമിയും എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആകാശവും ഭൂമിയും എന്ന് യേശു കർത്താവ് പറഞ്ഞത് എന്താണ് എന്ന് കേട്ടതെന്നവർക്ക് മനസ്സിലായി, അത് എഴുതിയവർക്ക് മനസ്സിലായി, അത് അക്കാലങ്ങളിൽ വായിച്ചവർക്കും മനസ്സിലായി. 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു ബന്ധവും ഇല്ലാതെ വായിക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ആകാശവും ഭൂമിയും എന്ന് അവിടെ പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യെരുശലേം ദൈവാലയം തകർന്നു വീഴുന്നത് വരെ എന്നാണ് അർത്ഥം. കാരണം യെരുശലേം ദൈവാലയത്തെയാണ് അന്നവർ ആകാശവും ഭൂമിയും എന്ന സംജ്ഞ കൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ധാരണകളുടെ അഭാവമാണ് തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പല ക്രിസ്ത്യാനികളെയും പ്രേരിപ്പിച്ചത് ഈ മുഹമ്മദ് ഈസയെ പോലെയുള്ള മുൻ പെന്തക്കോസ്തുകാർക്കും. കാരണം അദ്ദേഹത്തിന്റെ ഓറിയന്റേഷൻ പെന്തക്കോസ്റ്റിലായിരുന്നു. അപ്പൊ പെന്തക്കോസ്റ്റിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് അങ്ങനെയാണ് വന്നത്. ഇപ്പം നമുക്ക് അതായത് ഞാനൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. കണ്ടോ? കർത്താവ് ഇവിടെ പറയുകയാണ്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചെന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. അടുത്ത് പറയാ, ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഇത് യെരുശലേമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ യെരുശലേം ദൈവാലയത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഷയാണ് ഈ സ്വർഗവും ഭൂമിയും അല്ലെങ്കിൽ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മനസ്സിലാക്കി. ഇനിയിപ്പം മറ്റൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 78. അപ്പം 78-ാം സങ്കീർത്തനം അതിന്റെ 69-ാമത്തെ വാക്യം. 78-ാം സങ്കീർത്തനം ഒരു ലെങ്തി സങ്കീർത്തനമാണ്, വളരെ ദൈർഘ്യമുള്ള. അതിന്റെ 69-ാമത്തെ വാക്യം, താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും. അപ്പൊ ഭൂമി എന്നത്തേക്കാണ്? ഭൂമി സദാകാലത്തേക്കാണ്. അല്ല, ഇത് ഇളക്കി പിടിച്ചു കളയതൊന്നുമില്ല. പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം, ഈ പ്രത്യേകിച്ച് യാക്കോബയിലെ കൂട്ടായ്മക്കാർ മനസ്സിലാക്കണം. ഉണ്ടല്ലോ സെന്റ് പോൾസ്, ആ പോൾസ്, ഈ പോൾസ് എന്നൊക്കെ പറഞ്ഞു. ആ പേര് തന്നെ ശരിയല്ല. കാരണം സെന്റ് പോൾസ് ഒക്കെ റെവലേഷൻസിന്റെ രാജകുമാരനായിരുന്നു. ഇവര് ഈ വിവരക്കേടിന്റെ പരിപാടിയാണ്. അപ്പൊ അതുപോലെ ഓർത്തഡോക്സിലും ഉണ്ട് അങ്ങനത്തെ കൂട്ടായ്മകൾ കേട്ടോ. ഞാൻ യാക്കോബക്കാരെ തന്നെയല്ലോ.
അപ്പൊ കത്തോലിക്കയിലെ കുറെ കരിസ്മാറ്റിക്കാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കത്തോലിക്ക കരിസ്മാറ്റിക്കിലെ ചില ആളുകളുടെ പുസ്തകങ്ങളൊക്കെ ചിലർ എനിക്ക് അയച്ചു തന്നു. യുഗാന്ത്യം ഇതാ വരുന്നു, നക്ഷത്രം തല വീഴും, കൊട ചൂടി നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു ബെന്നിയൊക്കെ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാതെയാണ് എഴുതുന്നത്. ഇവിടെ വേദപുസ്തകം പറയുന്നത് എന്താണ് ബൈബിൾ ലാംഗ്വേജ്, അത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും, അപ്പൊ ഭൂമി എന്നത്തേക്കാണ്? സദാകാലത്തേക്കാണ്. അല്ലാതെ ഈ ഭൂമി ഇളകി പോകുന്നല്ല. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അപ്പൊ യെരുശലേം ദൈവാലയം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഒരു ടൈപ്പ്, പ്രതീകമാണ്. അതുകൊണ്ടാണ് സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ ദൈവാലയത്തെ വർണ്ണിക്കുകയാണ്. ദൈവാലയത്തെ വർണ്ണിക്കുക, ദൈവാലയത്തിന്റെ ഒരു മോഡലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ ഏത് വിധത്തിലുള്ള ആലയം എനിക്ക് പണിയും എന്നല്ലേ ചോദിക്കുന്നത്? നിന്റെ വിശ്രാമ സ്ഥലം എവിടെ ആണോ? അപ്പൊ ശലോമോൻ അവിടെ ആലയം പണിതോ? ആ ആലയത്തിൽ ദൈവം പ്രസാദിച്ചതോ? അവിടെ പുക ഇറങ്ങി വന്നതോ? ആ ആലയത്തെ യേശു കർത്താവ് അപലപിക്കാതിരുന്നതോ? അപ്പൊ സ്വർഗവും ഭൂമിയും എന്താണ്? ആ ദൈവാലയത്തിന് പുറത്ത് കാണുന്നതാണ് കടല്, സമുദ്രം. അവിടെ ഒരു കടൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവാലയത്തിന്റെ പുറത്ത്. നിങ്ങൾ ദൈവാലയത്തിന്റെ മാതൃക നോക്കിയാൽ മതി. അപ്പൊ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ ഫസ്റ്റ് സെഞ്ചുറി റീഡേഴ്സിന്, ഫസ്റ്റ് സെഞ്ചുറി ലിസണേഴ്സിന് മനസ്സിലാകുമായിരുന്നു. സമുദ്രം എന്ന് പറഞ്ഞാൽ വിജാതീയരെ സൂചിപ്പിക്കുന്നു. നോൺ ജൂവിഷ് നേഷൻസ്, ട്രൈബ്സ്, വംശങ്ങൾ, ജാതികൾ, ഗോത്രങ്ങൾ, നോൺ ജൂവിഷ് ട്രൈബ്സിനെ സൂചിപ്പിക്കുന്നതാണ് സമുദ്രം. സ്വർഗവും ഭൂമിയും തന്നെ യെരുശലേം ദൈവാലയമാണ്. അപ്പൊ യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല 4 പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. യഹൂദന്മാരുടെ ധാരണയിൽ പ്രപഞ്ചം ചതുർഭൂത നിർമ്മിതമാണ്. ഭാരതീയ ചിന്തയിൽ അത് പഞ്ചഭൂത നിർമ്മിതമാണ്, ഇല്ലേ? പഞ്ചഭൂതങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ യഹൂദ ചിന്തയിൽ ചതുർഭൂതങ്ങൾ എന്നാണ് അവരുടെ ധാരണ. അപ്പൊ അതുകൊണ്ട് ഈ ചതുർഭൂതങ്ങളാൽ നിർമ്മിതമായ ഒരു തിരശീലയാണ് യെരുശലേം ദൈവാലയത്തിൽ വെച്ചിരുന്നത്. ചതുർഭൂതങ്ങൾ, 4 എലമെന്റ്സ്. അതെന്തൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു. അപ്പൊ ഭൂമി, ജലം, അഗ്നി, വായു എന്നിങ്ങനെയുള്ള ചതുർഭൂത നിർമ്മിതമായ തിരശീലയാണ്. ആ തിരശീലയ്ക്ക് അപ്പുറത്തുള്ളത് എന്താണ്? ആ തിരശീലയ്ക്ക് അപ്പുറത്തുള്ളത് ദാറ്റ് ഈസ് ബിയോണ്ട് ദ മെറ്റീരിയൽ വേൾഡ്. അപ്പൊ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ളത് അതിഭൗതികതയാണ് ഈ അതിവിശുദ്ധ സ്ഥലം. അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. അത് കർട്ടന്റെ പിന്നിലാണ്. ആ കർട്ടനാണ് ചീന്തിപ്പോയത്. അപ്പൊ ഇതിനെല്ലാം സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ, നിഴലുകൾ, പൊരുളുകൾ എല്ലാമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആലങ്കാരിക പ്രയോഗങ്ങൾ ധാരാളം ഉള്ള പ്രവചന ശൈലിയിലുള്ള ആ സമ്പ്രദായത്തിൽ തന്നെയാണ്, അതിന്റെ ഒരു തുടർപരതയായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തെ കാണേണ്ടത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത്, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, അത് ഒന്നുകൂടെ ആവർത്തിക്കാം, താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അതായത് കേരളത്തിലെ ഒരു 10-200 കൊല്ലം കഴിയുമ്പോൾ ഒരു കേരളം എല്ലാം നശിച്ചു പോയി മണ്ണിനടിയിൽ പോയി നോക്കുക. അപ്പൊ ചില ഗവേഷകർ വന്നിട്ട് കേരളം കുഴിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പത്രക്കടലാസ് അവർക്ക് കിട്ടുകയാണ്. അവിടെ വായിക്കുന്ന കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല. അപ്പൊ അവര് വായിക്കുന്ന ലിറ്ററലാണ്. അപ്പൊ ലിറ്ററലായിട്ട് ഇത് വായിച്ചിട്ട് കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല. അപ്പൊ അവർക്കറിയാം താമര എന്നൊരു പുഷ്പം ഉണ്ടായിരുന്നു. അപ്പൊ താമര വിരിയാഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും കേരളത്തിൽ? അപ്പോൾ അവർ ഓരോ നിഗമനങ്ങളാണ്. മുപ്പിളി വണ്ട് വടക്ക് നിന്ന് വന്നതായിരിക്കും, അല്ലെങ്കിൽ വെള്ളം പൊങ്ങി ചീഞ്ഞു പോയതായിരിക്കും, ഓരോരോ നിഗമനങ്ങളിലേക്ക് പോവാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ന് കേരളത്തിൽ താമസിക്കുന്നത് നമുക്കറിയാം അതിന്റെ അർത്ഥം കേരളത്തിലെ ഇലക്ഷന് BJPക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അതാണ് പത്രക്കാരൻ ആലങ്കാരിക ഭാഷയിൽ എഴുതി പിടിപ്പിച്ചത്, കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല. പക്ഷേ 200 കൊല്ലം കഴിഞ്ഞ് ഈ മുഹമ്മദ് ഈസായെ പോലെയോ പെന്തക്കോസ്തുകാരെ പോലെയോ ധാരണയില്ലാത്ത ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് കേരളത്തിൽ താമര വിരിഞ്ഞില്ലെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു അബദ്ധമാണ് ഈ ഈസാ മുഹമ്മദ് വരുത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും പൗലോസ് ശ്ലീഹായുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്നും വലിയ ധാരണയില്ല.
നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിനകത്ത് പറയുന്ന പോലെ ചേട്ടൻ ഈ കാര്യത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. അപ്പൊ ഈ ധാരണ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ? അപ്പൊ അതാണ് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംശയം കത്തോലിക്ക തിരുസഭയ്ക്കോ പരിശുദ്ധ സുറിയാനി സഭയ്ക്കോ ഇതര ഓർത്തഡോക്സ് സഭകൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കോ പിരിഞ്ഞതിന് ശേഷമോ പിന്നെ 1900 പ്രൊട്ടസ്റ്റന്റ് സഭ പൊട്ടി വിരിഞ്ഞ് ഈ തൊമ്മമർക്കിയുടെ വെടികെട്ടിന് നിലയമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടി 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 പിരിഞ്ഞ ഈ 1900 ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിന് പോലുമോ പൗലുസ്ലിഹയുടെ ആധികാരികത സംശയമില്ല. മുഹമ്മദ് ഈസ പൗലുസ്ലിഹ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പോസ്തലനാണ്, ജാതികളുടെ അപ്പോസ്തലനാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ ആശയ അടിത്തറയ്ക്ക് ഭീഷണിയാണ് പൗലുസ്ലിഹ. അതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങളുടെ പ്രവാചകനായെന്ന് അവർ അവകാശപ്പെടുന്ന മുഹമ്മദ് പറയുന്ന എന്താണ്? തനിക്ക് എന്തോ ദൈവത്തിൽ നിന്ന് കിട്ടിയെന്നും ദൈവം തന്നെ പറഞ്ഞു വിട്ടുവെന്നും ആ ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നും ഒക്കെയാണ് അവകാശപ്പെടുന്നത്. പൗലുസ്ലിഹ പറയുന്നത് എന്താണ്? അവസാനത്തെ പ്രവാചകനാണെന്നൊക്കെ അവകാശപ്പെടുകയാണ്. അപ്പൊ പൗലുസ്ലിഹയുടെ ലേഖനം ദൈവികമാണ്, ദൈവവചനമാണ് എന്ന് അംഗീകരിച്ചാൽ ഇസ്ലാം മതം അടച്ചുപൂട്ടേണ്ടി വരും. കാരണം ഗലാത്യ ലേഖനത്തിൽ പൗലുസ്ലിഹ പറയാണ്, നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് എതിരായി ആരെങ്കിലും, ഞങ്ങൾ തന്നെയാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ഒരു ദൂതൻ വന്നറിയിച്ചാൽ, അപ്പൊ പൗലുസ്ലിഹായുടെ ലേഖനത്തിന് ആധികാരികത ഉണ്ടെന്ന് ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അംഗീകരിച്ചാൽ മുഹമ്മദ് നബി ശപിക്കപ്പെട്ടവനാണ്, മുഹമ്മദ് നബിയോട് ഗുഹയ്ക്കകത്ത് വെച്ച് ദൂത് കൊടുത്ത ആളും ശപിക്കപ്പെട്ടവനാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും വൈരുദ്ധ്യം ഈ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുണ്ട്. ഈ വൈരുദ്ധ്യത്തെ മറച്ചു വെച്ചിട്ടാണ് ഈ പല ആളുകളും പല പല കാര്യങ്ങളും പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ വിഷയമാണ് ഈ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത്രയും വ്യത്യാസം ഇത് തമ്മിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ പൗലുസ്ലിഹായെ അപ്പോസ്തലനായിട്ട് അംഗീകരിക്കുന്ന ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും അതിനെതിരായി സുവിശേഷം അറിയിച്ചത് ദൂതനായാലും മനുഷ്യനായാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡ് പോയിന്റ്. ഈ പാട്ട് പാടിയതിനാണ് സുറിയാനി ക്രൈസ്തവർ മുസ്ലിം രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇപ്പൊ നമ്മൾ പാടുക, കേരളത്തിൽ ഭീഷണി വരുന്നുണ്ട്. ശാക്തിക ബലാബലങ്ങളിലൊക്കെ സന്തുലിതാവസ്ഥയെ മാറ്റം വരും. ഈ പാട്ട് ഹൈലി എക്സ്പ്ലോസീവ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ടാങ്കർ ലോറി പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഹൈലി ഇൻഫ്ലെയിമബിൾ, ഒരു വലിയ ബോർഡൊക്കെ. അപ്പൊ ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുറിയാനിക്കാര് പാടുന്ന ഈ പാട്ട് ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ. ഇപ്പൊ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പം അതൊരു സാധാരണ പാട്ടാണ് എന്നൊക്കെ ചിന്തിക്കും. അത് ഒരു സാധാരണ പാട്ടല്ല, മറിച്ച് അത് ഹൈലി ഇൻഫ്ലെയിമബിൾ സോങ് ആണ്.
ഹൈലി ഇൻഫ്ലൈമബിൾ സോങ്. അത്ര തീ പിടിക്കുന്ന ഒരു പാട്ടാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞതിന്റെ എതിരായിട്ട് പറഞ്ഞാൽ ആ പറയുന്നവൻ ദൂതനായാലും മനുഷ്യനായാലും ശപിക്കപ്പെട്ടവനാണ്. Lebarmen mod sabar lokun min malakau min raumo nehavi mahram men ito dho nabu illam yulfoni mishahal fi min kul gabi തുബ്ലൈനോ ദബയുൽഫോനി ദാലോഹു ശാരീമുശാലേ. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പം നിങ്ങൾ ഒരു നിസാര പാട്ടാണ് എന്ന് വിചാരിക്കരുത്. ആ പാട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അപ്പൊ അവിടെ പൗലോസ് ശ്ലീഹ അടിവരയിട്ട് പറയാണ് ഇതിനെതിരായിട്ട് ഇനി സുവിശേഷമില്ല. അപ്പൊ അത് കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞാണ് ഈ നബിയുടെ വെളിപ്പാടൊക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നുള്ള ക്രൈസ്തവർ പ്രതികരിച്ചു. അന്നുള്ള ക്രൈസ്തവർ ഇന്നത്തെ ക്രൈസ്തവരെ പോലെയല്ല. ഇന്നത്തെ ക്രൈസ്തവർ അവിടെ പോളിടെക്നിക്ക് പണിയാനും ഒക്കെ നോക്കി നടക്കുക. അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് അവർ പ്രതികരിച്ചു. അവർ പറഞ്ഞോ. അപ്പം മുഹമ്മദ് നബി പുസ്തകമായിട്ട് യഹൂദന്മാരെ ആദ്യം സമീപിച്ചു. യഹൂദന്മാരെ അദ്ദേഹത്തെ തിരസ്കരിച്ചു. പിന്നെ പുസ്തകമായിട്ട് ക്രൈസ്തവരെ സമീപിച്ചോ. ക്രൈസ്തവർ പറഞ്ഞോ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനെതിരായിട്ട് മറ്റൊന്നും ആര് വന്നാൽ ആ പറഞ്ഞിങ്ങനെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം ശപിക്കപ്പെട്ടവനാണ്, അനാത്തിമി ടു ദം. അപ്പം അവർക്ക് മേൽ ശാപമാണ് ഉള്ളത്. ഇതാണ് ക്രിസ്തീയ സഭയുടെ നിലപാട്. അപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ മഹോദിസ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതത്തെ സംബന്ധിച്ച് വലിയ കുഴപ്പത്തിലാണ് അവര്, ബൈബിളുമായിട്ടും ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം ഖുർആൻ പറയുന്നത് ഇതില് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിനു മുമ്പുണ്ടായ വേദഗ്രന്ഥത്തിൽ നോക്ക്. അതേത് വേദഗ്രന്ഥമാണ്? അത് വ്യക്തമായി പറയുന്നത് തോറായും ഇഞ്ചിയിലുമാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമവും സുവിശേഷവുമാണ്. അപ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളിലും പഴയ നിയമ ഗ്രന്ഥങ്ങളിലും നോക്കി സംശയങ്ങളൊക്കെ തിരുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പുസ്തകത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പം ഈ പുസ്തകങ്ങൾ അനുസരിച്ച് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുവാനും അങ്ങനെ വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റിംഗ് എന്താണ്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? അപ്പോൾ അവർ പറയാണ് ബൈബിൾ തിരുത്തപ്പെട്ടു. ബൈബിൾ എവിടെയാണ് തിരുത്തിയത്? ആരാണ് ബൈബിൾ തിരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. കാരണം എന്താണെന്നറിയാമോ? ബൈബിൾ ദൈവവചനമാണെന്നും വേദവചനങ്ങളാണ് അവർക്ക് കൊടുത്തതെന്നും അത്യുന്നതം കൊടുത്തതാണെന്നും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ആ ഖുർആൻ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കുന്നില്ല. അങ്ങനെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന അത്യുന്നതന്റെ വചനങ്ങൾ തിരുത്തപ്പെടാത്തതാണ്, തിരുത്തുവാൻ കഴിയാത്തതാണ് എന്ന് ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുമ്പോൾ ഈ അത്യുന്നതന്റെ വചനങ്ങൾ എങ്ങനെ തിരുത്തപ്പെട്ടു? തിരുത്തപ്പെടത്തില്ല, തിരുത്തുവാൻ കഴിയുന്നതല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആന്റെ ഏറ്റവും വലിയൊരു അവകാശവാദമാണ് അത്യുന്നതന്റെ വചനങ്ങൾ. അത് ഖുർആൻ വചനങ്ങളെ കുറിച്ച് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതല്ല, അതിനു മുമ്പ് നൽകിയിരിക്കുന്ന വചനങ്ങളെ കുറിച്ചും കൂടി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ വചനങ്ങൾ തിരുത്തപ്പെടുന്നതല്ല, തിരുത്തപ്പെടാൻ കഴിയുന്നതല്ല. അപ്പൊ തിരുത്തപ്പെടുകയില്ല, തിരുത്തപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വാക്യങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പിന്നെ പറയുകയാണ്. അപ്പൊ അത് വലിയ വൈചിത്ര്യമായ കാര്യമാണ്. പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഈ ഖുർആനകത്ത് ഖുർആൻ അനുസരിച്ച് ഇപ്പൊ ഈ മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു മരിച്ചിട്ടില്ല.
ഇവരുടെ വലിയൊരു അവകാശവാദമാണ്. യേശുക്രിസ്തു മരിച്ചിട്ടില്ല ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അത് ഒരു പൊരുത്തക്കേടാണ്. എന്താണ് പൊരുത്തക്കേട്? അപ്പൊ ഞാൻ ഖുറാൻ വായിച്ചപ്പോൾ, ഞാൻ പേഴ്സണലി മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെയാണ് ഖുറാൻ വായിച്ചത്. ഞാൻ വായിച്ചപ്പോൾ ഞാൻ കണ്ടത്, നിങ്ങൾക്കത് അതിന്റെ ധാരണ തെറ്റാണ്, തിരുത്താം. മുഹമ്മദ് ഈസായ്ക്കും വേണേൽ തിരുത്താം. ഞാൻ ഈ 19ാമത്തെ അധ്യായമുണ്ട് ഖുറാനില്. ആ അധ്യായത്തിന് മറിയം എന്നാണ് പേര്. ഖുറാനിലെ ഓരോ അധ്യായത്തിനും ഓരോ പേരുണ്ട്. പശു എന്നൊക്കെ പറഞ്ഞ ഓരോ അധ്യായമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അധ്യായം മറിയമാണ്. ആ അധ്യായത്തില് ഈ യേശു ജനിച്ചു കഴിഞ്ഞപ്പം ഈത്തപ്പനയുടെ ചുവട്ടിയിരുന്ന് മറിയം കുഞ്ഞിനെ കൊണ്ട് അങ്ങനത്തെ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പം ഇവർ സംശയം ചോദിക്കുമ്പം തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ വിരൽ ചൂണ്ടി കാണിക്കും. അപ്പൊ തൊട്ടിൽ കിടന്ന് കുഞ്ഞ് സംസാരിക്കുന്നു. അപ്പൊ കുഞ്ഞ് സംസാരിക്കുന്ന ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ഉയർത്തപ്പെടുന്ന ദിവസവും മഹത്വമുള്ള ദിവസങ്ങളായിരിക്കും. അപ്പം ദിവ്യശിശു സംസാരിക്കുകയാണ്. ദിവ്യശിശു, അതായത് പുരുഷ സ്പർശമില്ലാതെ ശിശു ജനിച്ചു, അതാണ് യേശു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ശിശു സംസാരിക്കുകയാണ്. എന്താണ്? തൊട്ടിൽ കിടന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ ബൈബിളിൽ പോലും ഇല്ലാത്ത വലിയ അത്ഭുതങ്ങൾ ഖുറാനിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാർ വർണ്ണിക്കുന്ന ഭാഗം ഇതാണ്. അപ്പൊ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഖുറാൻ കിട്ടും കേട്ടോ. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് 19ാമത്തെ അധ്യായം എടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ അവിടെ ശിശു പറയാണ്, ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിച്ച ദിവസവും ഞാൻ ഉയർത്തപ്പെട്ട ദിവസവും മഹത്വമുള്ളതായിരിക്കും. അതേതാണത്? ക്രിസ്തുമസ്, ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ. അപ്പൊ ഖുറാന്റെ 19ാം അധ്യായത്തിൽ അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുമസും ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും മഹത്വമുള്ള ദിവസങ്ങളായി. ലോകത്ത് കറക്റ്റാണ്, ഇന്നുമുണ്ട്. അപ്പോ താൻ മരിക്കുന്ന ഒരു ദിവസവും താൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസവും ഉണ്ടെന്ന് കൃത്യമായി ആ ശിശു പ്രവചിച്ചു എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, മരിക്കാൻ പറ്റും. ഇങ്ങനത്തെ പരസ്പര വിരുദ്ധമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട ചിന്ത, കാരണം മുഹമ്മദ് ഈസ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയം എന്താണത്? പൗലുസ്ലിഹായ ആദിമ ക്രൈസ്തവർ നിരാകരിച്ചിരുന്നു എന്നുള്ള ആശയം തികച്ചും അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയിൽ നിന്നുള്ളതായ കാര്യമാണ്. പൗലുസ്ലിഹ ക്രിസ്തീയ സഭയുടെ ജ്ഞാനമുള്ള പ്രധാന ശില്പിയാണ്. അദ്ദേഹത്തെ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചതാണ്. സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരനാണ് അദ്ദേഹം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ശോഭിക്കും. അതിൽ പ്രഥമ ഗണനീയനാണ് പൗലുസ്ലിഹ. കാരണം ജാതികളിൽ നിന്നുള്ള വിശ്വാസികളെ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങൾ പോലെ കാണുകയാണ്. ഭൂമിയിൽ നിന്നുള്ള മണൽത്തരികളെ പോലെയല്ല. അപ്പൊ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളായി വിളിക്കപ്പെടുന്ന വിജാതിയർക്ക് സുവിശേഷ നിമിത്തം ക്രിസ്തുയേശുവിൽ ലഭിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മർമ്മം, അത് ദൈവഹിതത്തിന്റെ മർമ്മമാണ്. ദ മിസ്റ്ററി ഓഫ് ദ പർപ്പസ് ഓഫ് ഗോഡ്, ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള ആ മർമ്മം. ആൻഡ് ദ മിസ്റ്ററി ഓഫ് ദ ചർച്ച് ആൻഡ് മിസ്റ്ററി ഓഫ് ബാബിലോൺ ആൻഡ് മിസ്റ്ററി ഓഫ് ഡിസ്പെൻസേഷൻ. അപ്പൊ ഇങ്ങനെ ധാരാളം മിസ്റ്ററികളെ നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ മിസ്റ്ററി, ദ മിസ്റ്ററി ഓഫ് ഡിസ്പെൻസേഷൻ എന്താണ്? അതോ ജാതികൾ ക്രിസ്തുയേശുവിൽ അവന്റെ മഹിമാധനത്തിന്റെ കൂട്ടവാസികൾ, അപ്രമേയ ധനത്തിന്റെ, ക്രിസ്തുയേശുവിന്റെ അപ്രമേയ ധനത്തിന്റെ കൂട്ടവകാശികളാണെന്നുള്ള മർമ്മം പൗലുസ്ലീഹയ്ക്കാണ് വെളിപ്പെട്ടത്. എന്നാൽ അത് യഹൂദ പാരമ്പര്യത്തിൽ നിൽക്കുന്ന, ആ പാരമ്പര്യത്തിൽ അഭിരമിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആ ജെറുസലേം ക്രൈസ്തവർക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരുന്നു. ദാറ്റ് വാസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദെയർ ഇമാജിനേഷൻ, ഈവൻ ബിയോണ്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോ ആ യെരുശലേം ദൈവാലയം തകർക്കപ്പെടുക. മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല. അപ്പൊ ആ മുൻകൂടാരം തകർക്കപ്പെടുന്ന ആ കർമ്മം AD 70 ടൈറ്റസ് യെരുശലേം ആക്രമിച്ചപ്പോൾ അത് തകർന്നു വീണു. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി എന്നുള്ളത് മനസ്സിലാക്കുക. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ആ പ്രസക്തി, ആ ന്യായപ്രമാണ വചനങ്ങളുടെ പ്രസക്തി നിലനിൽക്കും. എന്നാൽ ഇത് ഒരു ഗ്രോത്ത് പീരീഡാണ്. ആ പീരീഡിൽ അത് സംഭവിച്ചു, അത് ഒഴിഞ്ഞു മാറി. അങ്ങനെ അപ്പം ഒന്നായി തീർന്നു. ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഈ രീതിയിൽ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്
അത്തരം തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് പ്രചരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രചരണത്തിന്റെ ബലഹീനതയും യുക്തിഹീനതയും യുക്തിഭദ്രതയില്ലായ്മയുമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് കൊള്ളാമല്ലോ, ഇത് കറക്റ്റ് ആണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും, അങ്ങനെയൊക്കെ തോന്നിപ്പോയേക്കാം. കാരണം മുഹമ്മദ് ഈസ വളരെ സുന്ദരനും സുമുഖനും നല്ല മികച്ച അവതരണ ശൈലിയുടെ ഉടമസ്ഥനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം തേമ്പുരുട്ടിയ വിഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലാരും വശീകരിക്കപ്പെട്ടു പോകരുത്. കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ കേൾക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരിക, നമുക്ക് ആ സംശയങ്ങളെ തിരുത്താം. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.